ഭൂമി എന്നാൽ മനുഷ്യന്റെ മാത്രമല്ലെന്നും സർവ്വചരാചരങ്ങളുടെയും കൂടിയാണെന്നും ഇവിടെയുള്ളതൊന്നും നിങ്ങളുടെ കാലം തീരുമ്പോഴേക്കും നശിപ്പിക്കാൻ പാടില്ലെന്നും കാറൽ മാക്സ് എന്നൊരു ജർമ്മൻകാരൻ പണ്ട് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അദ്ദേഹം വൈദ്യുതി മന്ത്രി ആയിരുന്നില്ല എന്നൊരു കുറവുണ്ട്. മൂലധനം എന്നൊക്കെ പറഞ്ഞ് പുസ്തകം എഴുതാൻ ആർക്കും പറ്റും. പക്ഷേ ഇല്ലാത്ത വൈദ്യുതി ഉണ്ടാക്കാൻ കുറച്ച് കാടും പുഴയുമൊക്കെ പോകും. ഇതൊക്കെ മാക്സിന് പറഞ്ഞാൽ മനസ്സിലാകുമോ എന്നാണ് അതിരപ്പള്ളി ജലവൈദ്യുതി പദ്ധതിയെക്കുറിച്ച് സംസാരിക്കുന്ന മന്ത്രി മണി ആശാൻ പറയുന്നത്. അതിരപ്പള്ളി പദ്ധതിയൊക്കെ സജീവമായ പരിഗണനയിലുണ്ട്, പക്ഷേ നടക്കുകയല്ലോ പോകും. അതല്ലേ പ്രശ്നം. ആ ഒരു വനം കൊണ്ടാണല്ലോ ഇവിടെ മുഴുവൻ നിൽക്കുന്നത്. എങ്ങനെ ആളുകൾക്ക് വെള്ളം കൊടുക്കാം, വൈദ്യുതി, വരൾച്ചയിൽ കുടിവെള്ളം എത്തിക്കാം എന്ന് ഗൗരവമായി ചിന്തിക്കുക. അതേപ്പറ്റി ഒന്നും ചിന്തിക്കാതെ ഈ കാട്ടുമൃഗങ്ങൾക്ക് എങ്ങനെ വെള്ളം കിട്ടും, ആനയ്ക്ക് എങ്ങനെ വെള്ളം, കടുവയ്ക്ക് എങ്ങനെ വെള്ളം, കുരങ്ങിനെങ്ങനെ വെള്ളം എന്നും പറഞ്ഞ് ചിന്തിക്കുന്നവരുണ്ട്. ഈ മനുഷ്യൻ്റെ വെള്ളത്തിൻ്റെ കാര്യം ചിന്തയില്ല. ഇനി മരമല്ല മനുഷ്യനാണ് ഭൂമിയുടെ അവകാശി എന്ന് പറയുന്ന മന്ത്രി ഇതുകൂടി കാണണം. സ്വന്തമായി വോട്ടില്ലെങ്കിലും മനുഷ്യത്വമുള്ളവർക്ക് കുറച്ച് നോവും. കാടിൻ്റെ നിറം പച്ചയാണ്. എത്ര പെട്ടെന്നാണ് ചുവപ്പായി മാറുന്നത്, ചോരയുടെ മണം പടരുന്നത്. തുള്ളിച്ചാടി നടക്കുകയായിരുന്നു. ചാട്ടം ഒന്നു പിഴച്ചു. ആരോ വലിച്ചെറിഞ്ഞ ഭക്ഷണപ്പൊതി കൊതിമൂത്ത് ചാടിപ്പോയതാണ്. ഇതൊക്കെ ഞങ്ങളുടെ ഇടമായിരുന്നു, ഞങ്ങളുടെ വഴിയായിരുന്നു. പഴയ ഓർമ്മകളിൽ ഈ വഴിക്ക് വന്നുപോയതാണ്. ഞാൻ കൂടെയുണ്ടെന്നത് അമ്മയ്ക്ക് തുള്ളിച്ചാടാനുള്ള ഒരു കാരണമാണ്. പക്ഷെ ഒരു ചാട്ടം പിഴച്ചുപോയി. എനിക്ക് ലോകം കാണാനേ പറ്റിയില്ല, സുന്ദരമായ കാടും കാണാൻ പറ്റിയില്ല. ആ ഒരു വനം കൊണ്ടാണല്ലോ ഇവിടെ മുഴുവൻ നിൽക്കുന്നത്. അപ്പോൾ പുനഃസംഘടനയൊക്കെ നടത്തി കോൺഗ്രസ് കൂടുതൽ കരുത്തരാകട്ടെ. അരിവിലെയും സ്ത്രീപീഡനമൊക്കെ മലയാളി പതുക്കെ മറന്ന് എല്ലാവരും മലപ്പുറം തെരഞ്ഞെടുപ്പിലേക്ക് തിരിയട്ടെ. ഈ സമയം പുതിയ തരികടകളുമായി അടുത്തയാഴ്ച വീണ്ടും കാണാമെന്ന് പ്രതീക്ഷിക്കുന്നു. അതുവരെ നല്ല നമസ്കാരം.